ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രാജിക്കൊരുങ്ങുന്നു എന്ന് ഇസ്രായേലിലെ തന്നെ ചില പത്രങ്ങളും മീഡിയകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിച്ചു. അപ്പോൾ യുദ്ധം ലക്ഷ്യത്തിലെത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് ചെയ്തത്. ആയുധമുള്ളവനും ആയുധമില്ലാത്തവനും തമ്മിലുള്ള പോരാട്ടം, അല്ലെങ്കിൽ ആയുധമില്ലാത്തവരെ ആയുധമുള്ളവർ വെടിവെച്ചു കൊല്ലുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധമല്ല നടക്കുന്ന, വംശീയ ഹത്യമാണ്, കൂട്ട കൊലകളാണ്. ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ആയുധം ഉണ്ടായാൽ മതി, മറ്റൊന്നും വേണ്ട. ആയുധമില്ലാത്തവർക്ക് നിലയുള്ള ആധിപത്യം, അത്ര പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ആയതിനാൽ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രാജിവെക്കുകയാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ സമരത്തിനിറങ്ങുമെന്ന് തന്നെ ജൂത റബ്ബിമാരടക്കമുള്ള വിഭാഗങ്ങൾ പറയുന്നു. സമര നേതാക്കന്മാരും മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും മുൻ പ്രധാനമന്ത്രിയുമടക്കം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന അഭിപ്രായം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. 60 മുതൽ 72% വരെ ഇസ്രായേലിലെ ജനങ്ങൾ പ്രധാനമന്ത്രി വിശ്വാസമില്ല എന്നിപ്പോൾ തെളിയിച്ചിരിക്കുന്നു. ഈ വിശ്വാസമില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. രഹസ്യമായി നടത്തിയിരിക്കുന്ന സർവേ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ ജനങ്ങൾ ബഹുഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല, ഓരോ വ്യക്തികളും അവനവന്റെ സുരക്ഷ തേടി മറ്റു ലോക രാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യമാണ് ഇസ്രായേൽ ഇപ്പോൾ നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചതിനോടനുബന്ധിച്ച് ആ രാജ്യത്ത് 40,000 കുടുംബങ്ങൾക്ക്, ഇസ്രായേലിയർക്ക് വീട് നഷ്ടപ്പെട്ടു. അവർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിന് സാധിച്ചിട്ടില്ല. അവർ പല ബന്ധു വീട്ടുകളിലും അതേപോലെ തന്നെ വാടക വീട്ടിലും ഹോട്ടലുമായിട്ട് താമസിക്കുന്നു. ബാക്കി ശേഷിക്കുന്നവർ ബങ്കറിലാണ് താമസിക്കുന്നത് എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി അവിടെ പുറത്തു വരുന്നു. ഈ ബങ്കറുകളിലാണ് യഥാർത്ഥത്തിൽ വീട് നഷ്ടപ്പെട്ടവർ കൂടുതൽ പേരും താമസിക്കുന്നത്. പുതിയൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് ബങ്കറിൽ അഭയം തേടാൻ പറ്റാത്തൊരു സ്ഥിതി നിലനിൽക്കുന്നു. ഓവുചാലിൽ പോലും ഈ യുദ്ധത്തോടനുബന്ധിച്ച് താമസിച്ചവരുണ്ട് എന്നും ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിച്ച റിപ്പോർട്ടായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ ആക്രമണത്തിന് വലിയ കുറവൊന്നുമില്ല. യമൻ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു, മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഈ സൈറൺ മുഴങ്ങുന്നു, ചില സൈറൺ മുഴങ്ങാതെ ആക്രമണം നടത്തുന്നു. അങ്ങനത്തെ പല സ്ഥിതിയുണ്ട്. സൈറൺ മുഴങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സുരക്ഷാ മേഖലയിലേക്ക് ഓടിപ്പോകണം അല്ലെങ്കിൽ അഭയം തേടണം എന്ന രീതിയിലാണ്. അതിന് പല മേഖലകളിലും ഉള്ള സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാണ്. സർക്കാർ ജനങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ല. യുദ്ധത്തിലാണല്ലോ, അതുകൊണ്ട് സഹകരിക്കണം എന്നുള്ള അഭിപ്രായമാണ്. എത്രത്തോളം സഹകരിക്കും, എങ്ങനെയൊക്കെയാണ് സഹകരിക്കേണ്ടത്, എത്ര കാലം ഉറങ്ങാതിരിക്കും എന്നൊക്കെ ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടവർ ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വരുന്നു. ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു സയനിസ്റ്റ് ജൂത തീവ്രവാദ ഗ്രൂപ്പാണ്. അതായത് സർക്കാരിന് പിന്തുണ നൽകുന്ന 2 വിഭാഗം അങ്ങനെയുണ്ട്. അവരാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിലനിൽക്കണം എന്നുള്ള അഭിപ്രായക്കാർ. അങ്ങനെ ആ സമയത്ത് മാത്രമേ ലോകത്തിനെ പേടിപ്പിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ പേടിപ്പിക്കാൻ പറ്റൂ എന്നുള്ള അഭിപ്രായം. അതിന് ബദലായിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ ഗ്രൂപ്പുകളും പറയുന്ന കാര്യം, ഇസ്രായേലിൽ ഇങ്ങനെ ആളുകൾ കൂട്ടക്കൊല ചെയ്യുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ എവിടെയാണ് യുദ്ധം വിജയിച്ചത്, അതുകൊണ്ട് അയാൾ രാജിവെക്കണം. ഈ യുദ്ധം 1.25 വർഷമായി തുടങ്ങിയിട്ട്, പക്ഷേ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല. അവർ പറയപ്പെട്ട അതേ കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഒരു അവസ്ഥയിലും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിജയം നേടാൻ വേണ്ടി സാധിക്കുക എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട 2 പ്രാവശ്യമോ അതിലധികമോ തവണ നടത്തിയ വെടിനിർത്തലിൽ മാത്രമാണ് നമ്മുടെ സഹോദരന്മാർക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ വേണ്ടി സാധിച്ചത്. ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ബാക്കിയുള്ള ഈ ബന്ദികളെല്ലാം ഇപ്പോഴും തടവിലാണ്. അത് ആദ്യ ബന്ദിമോചനത്തിലും രണ്ടാമത് നടത്തിയ ബന്ദിമോചനത്തിനും ശേഷം 10-ലധികം ആളുകൾ, അല്ലെ 10-ലധികം ഇസ്രായേലിയർ ഹമാസിന്റെ കൈവശത്തിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൊല്ലപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ, കരാർ വ്യവസ്ഥ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ ശ്രമിക്കാത്തത് കൊണ്ടാണ്. എന്ത് നേട്ടമാണ് ഗസയ്ക്ക് മേലെ ഇസ്രായേൽ നേടിയത് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് തരണം എന്ന് പറയുന്ന ജൂത റബ്ബിമാരും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. ആ വിഭാഗം ഇപ്പോൾ സജീവമാണ്. അപ്പോൾ ഇപ്പോൾ ഗസയിലെ അവസാനത്തെ ക്രിസ്ത്യൻ പള്ളി പൊളിച്ചതോടുകൂടി ചരിത്രപരമായിരിക്കുന്ന ശേഷിപ്പുകൾ ഇല്ലാതാക്കി ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത് എന്നുള്ളത് കൃത്യമായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിജയിച്ച് കയറുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇസ്രായേലിലെ ഭരണം മാറണമെന്നും
അതേപോലെ തന്നെ ഇസ്രായേൽ രാജിവെക്കണമെന്നുള്ള അഭിപ്രായക്കാർ കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു. അത് ഇസ്രായേലിൽ ഇറങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. അവർ ഇസ്രായേൽ സർക്കാരിനെ പറ്റിയോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ച് അങ്ങനെ വല്ലാത്ത വിമർശനങ്ങളും ആക്ഷേപങ്ങളൊന്നും പറയാത്ത പത്രമാണ് എന്നതിനാൽ ഇത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ലോകം മുഴുവനും നമ്മൾക്കെതിരെ തിരിയുന്നു. ഇവിടെ നമ്മുടെ പെട്ട വിഭാഗങ്ങളൊക്കെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ലോക രാജ്യത്തെ ആശ്രയിക്കുന്നു. മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട ദ്വീപിനെ ആശ്രയിച്ച് കൊണ്ടുപോകുന്ന സൈപ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അത് പറയുന്നുണ്ട്. അവിടേക്ക് പോലും ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ആക്രമണം ഉണ്ടായതോടുകൂടി ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്: ഇസ്രായേലിന് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കില്ല. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ പോംവഴികൾ എന്ന് പറഞ്ഞാൽ അവനവന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത്ര ദാരുണമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു. 1967 ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വലിയ രീതിയിലുള്ള അഭിമാനം കൊണ്ടിരുന്നു. നമ്മൾ വലിയ സാങ്കേതിക സംവിധാനങ്ങളും യുദ്ധ സംവിധാനങ്ങളും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് നമ്മൾക്ക് അഭിമാനിക്കാൻ വകയുണ്ടായിരുന്നു. അതെല്ലാം ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് നമ്മൾ നടത്തിയ പ്രത്യാക്രമണത്തോട് കൂടി ഇല്ലാതായി. നമ്മൾക്ക് ബലവും ശക്തിയില്ല എന്ന് മാത്രമല്ല, യുദ്ധം ചെയ്താൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ സാധിക്കും എന്ന് മുൻപേ ഇറാൻ പറഞ്ഞു വെച്ചത് യാഥാർത്ഥ്യമാണെന്ന് അവർ തന്നെ തെളിയിച്ചു. അതിന് അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അവരുടെ ആണവായുധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒട്ടും തകർന്നതുമില്ല. എന്നാൽ നമ്മൾക്ക് വലിയ സാമ്പത്തികം ഉണ്ടാക്കി ലോകത്തിന് മുൻപിൽ അപമാനിക്കാൻ വേണ്ടി ഇറാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇസ്രായേൽ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കാം. നെതന്യാഹു രാജിവെക്കേണ്ടി വരും. ഈ സ്ഥിതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥയും സാഹചര്യങ്ങളും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സാണിസ്റ്റ് തീവ്ര വിഭാഗങ്ങളിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പിന്തുണക്കുന്നത്. ബാക്കി എല്ലാവരും രാജിവെക്കണമെന്നും രാജ്യത്ത് പുതിയ ഭരണ സംവിധാനം വരണമെന്നും ഗസയുമായിട്ടുള്ള വിഷയം തീരണമെന്നും ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്നും അവിടുന്ന് ബന്ദികളെ മോചിപ്പിക്കണം എന്നുമുള്ള അഭിപ്രായക്കാർ ഓരോരോ ദിവസവും രാജ്യത്തിൻ്റെ അകത്ത് കൂടി വരുന്നു എന്ന് ചുരുക്കം.